ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, മോഡൽ സൗമ്യ എന്നിവർ എക്സൈസ് സംഘത്തിന് മുന്നിൽ ഹാജരായി. ബംഗളൂരുവിൽ നിന്നാണ് ഷൈൻ എത്തിയത്. ബംഗളൂരുവിൽ ലഹരി മുക്ത ചികിത്സയ്ക്ക് വിധേയനാകുന്നുണ്ടെന്ന് ഷൈൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ, പിന്നെ ഒരു മോഡൽ ആദ്യഘട്ടത്തിൽ 3 പേരെ മൊഴിയാണ് തന്നിട്ടുള്ളത്. അതെ, ഇന്ന് 3 പേരാണ് ചെയ്യുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ AC ആണ്, ചോദിച്ചറിയാൻ പറ്റുന്നത്. ഒരാൾ മൊഴി തന്നിട്ടുണ്ടായിരുന്നു. അതെ, അല്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയാൻ കഴിയുള്ളത്. ഇവിടെ ഒരു ഹോം സ്റ്റേയിൽ സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ വിൽപ്പന നടത്താൻ കൊണ്ടുവന്ന് ഞങ്ങളോട് പറഞ്ഞത്. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല, ഇന്ന് 3 പേരെന്തോ ഹാജരാകുന്നു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് വെറുതെ എനിക്കറിയില്ല. അത് അവളെ കുറിച്ച് അറിയാം, ഫ്രണ്ടാണ്. അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വിളിച്ചു. ഞാൻ പറയില്ല. അതിനെ കുറിച്ച് അറിയില്ല. 6 മാസത്തെ പരിചയം അല്ലേ? അറിയാം, കൊച്ചിയിൽ വന്നിട്ട് അറിയാം. കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, ആലപ്പുഴയിലെ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട തസ്ലീമ സുൽത്താന നൽകിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും മോഡൽ സൗമ്യയും എക്സൈസ് സംഘത്തിന് മുന്നിൽ ഹാജരായി എന്നാണ് അറിയാൻ കഴിയുന്നത്. നിർണായകമായ ഏതെങ്കിലും രീതിയിലുള്ള മൊഴികൾ ഇവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുമെന്ന് കരുതാമോ? രോഹിണി, അല്പസമയത്തിനകം തന്നെ ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ ഇവരുടെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി ഹാജരാകാനാണ് ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും മോഡലായ സൗമ്യയ്ക്കും എക്സൈസ് നോട്ടീസ് നൽകിയിരുന്നത്. പക്ഷേ ഇവരെല്ലാവരും തന്നെ വളരെ നേരത്തെ തന്നെ ഹാജരായിരുന്നു. ഷൈൻ ടോം ചാക്കോ 7:30 ആലപ്പുഴയിലെത്തി. ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസി 8:15 8:40 സൗമ്യയും എത്തിയിട്ടുണ്ട്. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്പസമയം മുമ്പാണ് എത്തിയത്. അന്വേഷണം ഇനി എക്സൈസ് കമ്മീഷണർ വിനോദ് കുമാർ കൂടി എത്തിയ ശേഷം മാത്രമായി ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. എന്തായാലും നിർണായക വിവരങ്ങൾ ഇവരിൽ നിന്നും എക്സൈസിന് അറിയാനുണ്ട്. ഇവരെ ഒറ്റയ്ക്കിരുത്തിയും ഒന്നിച്ചിരുത്തിയും ചോദ്യം ചെയ്യും. വെവ്വേറെ മുറികളിലായിരിക്കും ആദ്യം ചോദ്യം ചെയ്യുന്നത്. ഷൈൻ ടോം ചാക്കോ വന്ന സമയത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ശ്രീനാഥ് ഭാസി മാധ്യമങ്ങളോട് പറഞ്ഞത് പറയാനുള്ളതെല്ലാം ഉദ്യോഗസ്ഥരോട് പറയാം, മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിക്കാനൊന്നുമില്ല, ഇക്കാര്യങ്ങളാണ് പറഞ്ഞത്. സൗമ്യ വന്ന സമയത്തും ഇതേ ചോദ്യം തന്നെ ചോദിക്കുകയുണ്ടായി. തസ്ലീമ സുൽത്താനെ 6 മാസത്തോളം പരിചയമുണ്ട്, കൊച്ചിയിൽ വെച്ചാണ് പരിചയമുള്ളത്, ലഹരി ഇടപാടിനെ കുറിച്ച് അറിയില്ല, ചോദ്യം ചെയ്യാൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിളിപ്പിച്ചതെന്നും തനിക്ക് അറിയില്ല എന്നാണ് സൗമ്യ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ എക്സൈസ് ആദ്യം നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുന്നത് 5 പേരെയാണ്. ഇതിൽ 2 പേർ ബിഗ് ബോസ് കഴിഞ്ഞ സീസണിലെ വിജയിയായ ജിൻഡോ, ഒപ്പം തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ള ജോഷി എന്ന് പറയുന്ന ഒരു നിർമ്മാണ സഹായി. ഇവർ 2 പേരുമാണ് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. അതിന് മുന്നോടിയായാണ് ഇന്നിപ്പോൾ 3 പേരെ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, സൗമ്യ, ഇവർക്ക് 3 പേർക്കും തസ്ലീമ സുൽത്താനയുമായി നേരിട്ട് സാമ്പത്തിക ഇടപാടുകളുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൃത്യമായി എക്സൈസ് സംഘം ഇവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. തസ്ലീമ സുൽത്താനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ലഹരി ഇടപാട് മാത്രമല്ല, സെക്സ് റാക്കറ്റിലെ കണ്ണി കൂടിയാണ് തസ്ലീമ സുൽത്താന. അതുകൊണ്ട് തന്നെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടപാടുകൾക്ക് വേണ്ടിയാണോ ഇവർ സാമ്പത്തിക ഇടപാടുകൾ ശ്രീനാഥ് ഭാസിയുമായും ഷൈൻ ടോം ചാക്കോയുമായി നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്നത് 6 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ്. ഇത് തസ്ലീമ തന്നെ എക്സൈസിന് മൊഴി നൽകിയതാണ്. പക്ഷേ ഇതിൽ 3 കിലോ മാത്രമാണ് ഇവരുടെ പക്കൽ നിന്നും എക്സൈസ് സംഘം കണ്ടെടുത്തിട്ടുള്ളത്. പിന്നീടുള്ള ഒരു 3 കിലോ കഞ്ചാവ് അതെവിടെ പോയി, അത് ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരാനുണ്ട്. എന്തായാലും എക്സൈസ് സംഘം 3 പേരെയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ 3 പേരെയും ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, സൗമ്യ, ഈ 3 പേരെയും വ്യക്തമായി തന്നെ ചോദ്യം ചെയ്യും. ഈ ചോദ്യം ചെയ്യലിൽ ലഹരി ഇടപാടുകൾ സംബന്ധിച്ചുള്ള കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ, അതായത് ലഹരി ഇടപാടിന് വേണ്ടിയാണോ ഇവർ തസ്ലീമ സുൽത്താനയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത്, ഇക്കാര്യങ്ങൾ വ്യക്തമാകുകയാണെങ്കിൽ ഇവർ 3 പേരെയും ഈ കേസിൽ പ്രതി ചേർക്കുന്നുണ്ട്. നാളെ ബിഗ് ബോസ് താരം ജിൻഡോ, ഒപ്പം തന്നെ സിനിമാ നിർമ്മാണ സഹായിയായ ജോഷി എന്നിവരും ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിൽ ഹാജരാകുന്നുണ്ട്. അല്പസമയം തന്നെ ഇവിടെ ഈ ആലപ്പുഴയിലെ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഈ 2 സിനിമാ നടന്മാരെയും മോഡലിനെയും ചോദ്യം ചെയ്യാൻ ആരംഭിക്കും. രോഹിണി. ശരി നിഷ, ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ,
ശ്രീനാഥ് ഭാസി, മോഡൽ സൗമ്യ എന്നിവർ എക്സൈസ് സംഘത്തിന് മുന്നിൽ ഹാജരായി അല്പസമയത്തിനകം തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നിഷ ദിലീപാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.